അമേരിക്കയിലെ ട്രംപും മസ്കുമായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഒക്കെ പുതിയ രീതി ട്രൈ ചെയ്യാണല്ലോ. അപ്പൊ കേരളത്തിൽ ഇനി അത് വരുമോ എന്നൊരു സംശയമുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വ്യാപാരികളുടെ പ്രതിനിധിയും മത്സരിക്കുമെന്നുള്ള അറിയിപ്പ് വന്നിരിക്കുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി 24നോടായിട്ട് മാത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കേൾക്കാം. തീർച്ചയായിട്ടും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒരു മത്സര രംഗത്തേക്ക് ഇറങ്ങാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശപ്രകാരം നിലമ്പൂർ ബൈ ഇലക്ഷനിൽ നോമിനേഷൻ കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. വ്യാപാരികൾ ഏറ്റവും വലിയ പ്രയാസം നേരിടുന്ന ഒരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കുറേ കാലങ്ങളായി ഗവൺമെൻറ്റിൽ നിന്ന് യാതൊരുവിധ ആനുകൂല്യങ്ങളും കിട്ടാത്ത ഏക ഒരു വിഭാഗം വ്യാപാരികളാണ്. ഗവൺമെൻറ്റൊക്കെ പലതരത്തിലും പല സന്ദർഭത്തിലും അതിനുവേണ്ടി ഒരു നിവേദനം കൊടുത്തിട്ടും ഒരു പരിഹാരം ഇതുവരെ ആയിട്ടില്ല. ശരിയാവും എന്ന് പറയുന്നുണ്ട് എന്നല്ലാതെ ഒന്നും ഇതുവരെ ആക്കിയിട്ടില്ല. ഇതിന് തിരിച്ച് പറ്റതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കോൺഗ്രസ് വരുന്ന കാലത്തും ഇതിനെ കച്ചവടക്കാരന് ഒരുപാട് പ്രശ്നങ്ങൾ, വാടക കുടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നും ചെയ്ത് കിട്ടിയ ഒരു സാഹചര്യമില്ല. ആരെങ്കിലും ഒരാളെ തോൽപ്പിക്കാനോ ജയിപ്പിക്കാനൊന്നുമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു നിലപാട് ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അത് ജില്ലാ കമ്മിറ്റിയുടെ മാത്രം നിർദ്ദേശമല്ല, സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനമാണ്. ആ തീരുമാനം അനുസരിച്ചിട്ടാണ് ആരാണ് സ്ഥാനാർത്ഥി എന്നൊക്കെ ഒരു പക്ഷേ സ്റ്റേറ്റ് കമ്മിറ്റിയാണ് പ്രഖ്യാപിക്കുക. വിവരങ്ങളുമായി ചേരുന്ന സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന്. സമീർ, വെരി 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 ഗുഡ് മോർണിംഗ്. ഇനി സ്ഥാനാർത്ഥി ആര് വ്യാപാരികളുടെ ഭാഗത്തു നിന്നാണ് അറിയാനുള്ളത് വിവരങ്ങൾ? ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. സ്ഥാനാർത്ഥി ആര് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. ചിലപ്പോൾ സംസ്ഥാന തലത്തിലുള്ള ഒരു നേതാവായിരിക്കാം, അതല്ലെങ്കിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി ആയിരിക്കാം എന്നുള്ളതാണ് നിലവിലുള്ള വരുന്ന ഒരു അനുമാനം. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളതാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ നിരന്തരമായിട്ടുള്ള കച്ചവടക്കാരെ ഇടതു വലത് മുന്നണികൾ ഈ അവഗണിക്കുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശക്തമായ മത്സരത്തിന് ഈ വ്യാപാരി വ്യവസായ ഏകോപന സമിതി രംഗത്ത് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഈ 15,000-ഓളം വോട്ടുകൾ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം ഈ വ്യാപാരി വ്യവസായിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെ അവകാശവാദം. 6,000-ഓളം അംഗങ്ങളും അവരുടെ കുടുംബങ്ങളും എല്ലാം തന്നെ ചേർന്ന് കഴിയുമ്പോൾ 15,000-ഓളം വോട്ടുകൾ തങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. പ്രത്യേകിച്ച് തങ്ങൾ ഒരു വോട്ട് ബാങ്കാണ്, തങ്ങൾക്ക് വോട്ടുണ്ട് എന്ന് ഇടതു വലത് മുന്നണികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്, രാഷ്ട്രീയ പാർട്ടികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. മാത്രമല്ല വരാനൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മത്സരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി കുഞ്ഞാവു ഹാജി വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഈ വ്യാപാരികൾക്ക് വലിയ അവഗണന നേരിടുന്നു. അതോടൊപ്പം തന്നെ വലിയ ഒരു ഫൈനൊക്കെ തന്നെ പലപ്പോഴായി ഇവർ അനുഭവിക്കേണ്ടി വരുന്നു. മാത്രമല്ല തൊഴിൽ നികുതി വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ നിരന്തരമായി ഇവർ അവഗണിക്കുന്നത് മാത്രമല്ല ചൂഷണം ചെയ്യുകയാണ് ഈ മുന്നണികൾ എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ഇതിനെതിരെ ശക്തമായ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി മത്സരിക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളതാണ് വ്യാപാരി വ്യവസായി വ്യക്തമാക്കിയിട്ടുള്ളത്. ക്രിസ്റ്റീന.